RTC Tuition Center all engineering subjects both online and offline ക്ലാസ്സസിനായി വീഡിയോയിൽ തന്നിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഹലോ ഗൈസ്, RTCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജക്കോബിയൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഒരു 3 ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 3 ക്ലാസ്സുകൾ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. എല്ലാവരും പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജക്കോബിയൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് ജക്കോബിയൻ, അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഇഫ് യു ആൻഡ് വി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഹാവിംഗ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ദെൻ ദ ജക്കോബിയൻ ഡിറ്റർമിനന്റ് അഥവാ ജക്കോബിയൻ of u and v is defined by j is equal to determinant of dou u by dou x, dou u by dou y, dou v by dou x, dou v by dou y. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇന്ന് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നോക്കേണ്ട, ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കാണുമ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ ഒന്നുമില്ല. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് യു വി എന്ന് പറയുന്ന 2 ഫങ്ഷൻസ് ഉണ്ട്. യു വി എന്ന് പറയുന്ന 2 ഫങ്ഷൻസ് ഉണ്ട്. ഈ യുവും വിയും എന്ന് പറയുന്ന ഫങ്ഷൻസ് എക്സ് കോമ വൈ എന്ന് പറയുന്ന 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ഹാവ് 2 ഫങ്ഷൻസ് യു ആൻഡ് വി ആൻഡ് ദീസ് 2 ഫങ്ഷൻസ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ അനദർ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഈ 2 ഫങ്ഷൻസ് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യുവിൻ്റെയും വിയുടെയും ജക്കോബിയൻ ഓഫ് യു ആൻഡ് വി, അതിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ജക്കോബിയൻ ഓഫ് യു ആൻഡ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ, അതിനെയാണ് ജെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ എന്തുവാ? ജക്കോബിയൻ ഓഫ് ദി ഫങ്ഷൻസ് യു ആൻഡ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഡിറ്റർമിനന്റ്. നമ്മളറിയാം +1 +2 ഡിറ്റർമിനന്റ് പഠിച്ചതാണ്. ഡിറ്റർമിനന്റ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ. ഇതിൻ്റെ ഈ ഡിറ്റർമിനന്റ് ഉത്തരം കിട്ടുന്നതായിരിക്കും എന്ത്? ജക്കോബിയൻ ഓഫ് ദി ഫംഗ്ഷൻ യു ആൻഡ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ ഒരു ജക്കോബിയൻ, ഈ ഒരു ഫംഗ്ഷൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഡോ യു കോമ വി ബൈ ഡോ എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ജക്കോബിയൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ജക്കോബിയൻ. ഒന്നും കൂടെ ഞാൻ പറയാം. ജക്കോബിയൻ മീൻസ് ഇഫ് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓൺ അനദർ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. യു ആൻഡ് വി എന്ന് പറയുന്ന 2 ഫങ്ഷൻസ് എക്സിനെയും വൈയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജക്കോബിയൻ എന്ന് പറയുന്നത് ഡോ ഓഫ് യു കോമ വി ബൈ ഡോ ഓഫ് എക്സ് കോമ വൈ ആണ്. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന ഡിറ്റർമിനന്റ്, കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ആ ഡിറ്റർമിനന്റിന്റെ ആൻസർ എന്താണോ അതായിരിക്കും ജക്കോബിയൻ. ഓക്കെ, ഇനിയും ജക്കോബിയന് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. 3 പ്രോപ്പർട്ടീസ് ആർ ദെയർ ഫോർ ജക്കോബിയൻ. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് J1 ഈസ് ദി ജക്കോബിയൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈ. അതായത് എഴുതുവാണെങ്കിൽ J1 എന്ന് പറയുന്നത് ജക്കോബിയൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈ. മനസ്സിലായല്ലോ. ആൻഡ് J2 ഈസ് ദി ജക്കോബിയൻ ഓഫ്, തിരിച്ച് റിവേഴ്സ് ആണ്, എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു യു കോമ വി. അതെങ്ങനെ എഴുതും? ജക്കോബിയൻ ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു യു കോമ വി. എന്തിൻ്റെയാണോ ജക്കോബിയൻ അത് മണ്ടയ്ക്ക് വരും. വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾസ് ആണോ അത് താഴെ വരും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ J1ഉം J2 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇതിൻ്റെ 2ൻ്റെയും കൂടെ പ്രോഡക്റ്റ്. അപ്പോൾ J1 ചെയ്യുമ്പോൾ നമുക്കൊരു ഡിറ്റർമിനന്റ് കിട്ടുമല്ലോ, ഒരു വാല്യൂ വരും. J2 ചെയ്യുമ്പോൾ ഒരു ഡിറ്റർമിനന്റ് കിട്ടും, ഒരു വാല്യൂ വരും. ഇതിൻ്റെ 2ൻ്റെയും കൂടെ പ്രോഡക്റ്റ് 1 ആണെന്നാണ്. അതാണ് ഇവിടെ മാത്തമാറ്റിക്കലി പറയുന്നത് ഡോ ഓഫ് യു കോമ വി ബൈ ഡോ ഓഫ് എക്സ് കോമ വൈ. അതായത് ജക്കോബിയൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈയും അതുപോലെ ഡോ ഓഫ് എക്സ് കോമ വൈ ബൈ ഡോ ഓഫ് യു കോമ വി എന്ന് വെച്ചാൽ എന്തുവാ? ജക്കോബിയൻ ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു യു കോമ വി. ഇതിൻ്റെ 2ൻ്റെയും കൂടെ പ്രോഡക്റ്റ് 1 ആയിരിക്കും. ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദി ജക്കോബിയൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടി നമ്പർ 2. ഇത് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഒരു കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇഫ് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് ആർ ആൻഡ് എസ് വേർ ആർ ആൻഡ് എസ് ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ദെൻ ഡോ ഓഫ് u, v by dou of x, y.
is equal to dou of u comma v by dou of r comma s into dou of, അതായത് ഒന്നുമില്ല, ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രോപ്പർട്ടി നമ്പർ 2 പറയുന്നത് ശ്രദ്ധിച്ചോ. യു നമ്മൾ നേരത്തെ പറഞ്ഞു യു ആൻഡ് വി ആർ, പ്രോപ്പർട്ടി നമ്പർ 1 എന്താ പറയുന്നത്, യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് അല്ലേ. അതായത് യുവും വിയും ഫങ്ഷൻസ് ഓഫ് എക്സ് കോമ വൈ ആണ്. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തുവാ, ജക്കോബിൻ ഓഫ് യു കോമ വി തന്നെ കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈ. ഇതാണ് നമ്മുടെ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പറയുന്നത് ഒരു ട്വിസ്റ്റ്, യു കോമ വി ആർ ഫങ്ഷൻസ് ഓഫ് ആർ കോമ എസ്. അതായത് യുവും വിയും ആറിനെ എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ടോ ഈ ആറും എസും ഈ എക്സ് കോമ വൈ എന്ന് പറയുന്ന അനദർ 2 വേരിയബിൾസ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ചെയിൻ ഓഫ് ഡിപ്പെൻഡൻസി, അതായത് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് ആർ കോമ എസ് ആൻഡ് ആർ ആൻഡ് എസ് ആർ ഫങ്ഷൻസ് ഓഫ് അനദർ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എന്നിട്ട് ജക്കോബിയൻ കണ്ടുപിടിക്കുന്നത് എന്തിനാ, ഇതിൻ്റെയാണ് ജക്കോബിയൻ കണ്ടുപിടിക്കുന്നത്. ജക്കോബിൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈ, ഇതിൻ്റെ ജക്കോബിയൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് യുവും വിയും ഡിപ്പെൻഡ് ചെയ്ത് എന്തിനെയാ, ആറിനെ എസിനെയാ അല്ലേ. പക്ഷേ ഇവിടെ ജക്കോബിയൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്തിനെയാ, യു ആൻഡ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആ. ഇത് തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ, ഇല്ല. ഇത് തമ്മിൽ ഇതുമായിട്ടേ ബന്ധമുള്ളൂ, ആർ കോമ എസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യുവും വിയും ആറിനെ എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആൻഡ് ആറും എസും അനദർ 2 വേരിയബിൾസ് ആയ എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ദെൻ ജക്കോബിൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈ എന്ന് പറയുന്നത് ജക്കോബിൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് എസ്. കാരണം ഇത് തമ്മിലല്ലേ ബന്ധം, ഡയറക്റ്റ് ബന്ധം. അപ്പോൾ ആദ്യം ഇത് തമ്മിലുള്ള ജക്കോബിയൻ കണ്ടുപിടിക്കുന്നു. ജക്കോബിൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു ആർ കോമ എസ് ആൻഡ് ജക്കോബിൻ ഓഫ് ആർ കോമ എസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം. U and V are functions of variables r comma s and r comma s are functions of x comma y. Then Jacobian of u comma v with respect to x comma y കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം യു കോമ വിയുടെ ജക്കോബിയൻ വിത്ത് റെസ്പെക്ട് ടു അതുമായിട്ട് ബന്ധമുള്ള വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു ആർ കോമ എസ് ഇൻറ്റു ജക്കോബിയൻ ഓഫ് ആർ കോമ എസ് അതുമായിട്ട് ബന്ധമുള്ള വേരിയബിൾസ് എക്സ് കോമ വൈ ചെയ്താൽ മതി എന്നാണ് പ്രോപ്പർട്ടി നമ്പർ 2 പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി നമ്പർ 3. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ഡിപ്പെൻഡൻസി മെഷർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതുമായിട്ട് പ്രോപ്പർട്ടി ഓരോ 3 പ്രോപ്പർട്ടിയുടെ ഓരോ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി, നമ്മൾ ലാസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. പ്രോപ്പർട്ടി നമ്പർ 3. ഇഫ് ദ ഫങ്ഷൻസ് യു വി ഡബ്ല്യു, 2 ഫംഗ്ഷൻ ആകാം 3 ഫംഗ്ഷൻ ആകാം, യു വി ഡബ്ല്യു ഓഫ് 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എക്സ് കോമ വൈ ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ദെൻ ജക്കോബിൻ ഓഫ് യു വി ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ വൈ കോമ ഇസഡ് വാനിഷസ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫംഗ്ഷൻസോ 3 ഫംഗ്ഷൻസോ, ഫോർ എക്സാമ്പിൾ യു വി ഡബ്ല്യു ആർ ഫംഗ്ഷൻസ് ഓഫ് വേരിയബിൾസ് എക്സ് കോമ വൈ കോമ ഇസഡ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു 2 ഫംഗ്ഷൻസ് അല്ലെങ്കിൽ 3 ഫംഗ്ഷൻസ് ആൻഡ് ഈ 3 ഫംഗ്ഷൻസ് 3 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് ജക്കോബിനാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാൻ ഇപ്പം പഠിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫംഗ്ഷൻസ് ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയ എക്സ് വൈ ഇസഡുമായിട്ട് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ജക്കോബിയൻ 0 ആണെന്നാണ്. അതാണ് മാത്തമാറ്റിക്കലി കാണിച്ചിരിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഡോ ഓഫ് യു കോമ വി കോമ ഡബ്ല്യു, ദാറ്റ് മീൻസ് ജക്കോബിൻ ഓഫ് യു വി ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസിയുടെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ഫംഗ്ഷൻ തന്നു, ഒരു വേരിയബിൾസ് തന്നു, അത് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, അതിൻ്റെ ജക്കോബിൻ 0 ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ. അപ്പോൾ പ്രോപ്പർട്ടി 1 ഞാനൊന്നും കൂടെ പറയാം. പ്രോപ്പർട്ടി 1 എന്ന് പറയുന്നത് എന്തുവാ, ജക്കോബിയൻ ആൻഡ് ജക്കോബിയൻ ഇൻവേഴ്സ്, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്, യു വി എന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് ആണ്. ഇവിടെ എഴുതാം, യു വി എന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് ആണ് ആൻഡ് ദീസ് ഫങ്ഷൻസ് ഡിപ്പെൻഡ് ഓൺ 2 വേരിയബിൾസ് ആർ കോമ എസ് ആൻഡ് ദീസ് ആർ കോമ എസ് are functions of other 2 variables x comma y. Then Jacobian of u comma v with respect to
എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ജക്കോബിയൻ ഓഫ് യു കോമ വി വിത്ത് റെസ്പെക്ട് ടു ആർ കോമ എസ് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ജക്കോബിയൻ ഓഫ് ആർ കോമ എസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോമ ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ മതി. മൂന്നാമത് പറയുന്നത് ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡ് ആണോ ഡിപ്പെൻഡ് ആണോ എന്ന് ചോദിക്കുന്നത്. അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യേണ്ടേ, ജക്കോബിയൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ജക്കോബിയൻ 0 ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ. അപ്പോൾ ജക്കോബിയൻ എന്താണ് 3. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജക്കോബിയൻ പഠിച്ചു, ജക്കോബിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. നമുക്കിൻ്റെ ഒരു പ്രോബ്ലം എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പോഴല്ലേ നമ്മൾ കൂടുതൽ പഠിക്കത്തുള്ളൂ. ഇഫ് എക്സ് ഈസ് ഇക്വൽ ടു ആർ കോസ് തീറ്റ കോമ വൈ ഈസ് ഇക്വൽ ടു ആർ സൈൻ തീറ്റ ഫൈൻഡ് ദ ജക്കോബിയൻ ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് തീറ്റ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഒരു മാത്തമാറ്റിക്കലി പറഞ്ഞാൽ എക്സ് കോമ വൈ എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ യു വി എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് എക്സ് കോമ വൈ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ആർ കോമ തീറ്റ എന്ന് പറയുന്ന വേരിയബിൾസിനെ ഡിപ്പെൻഡ് ആണ്. അതായത് എക്സ് ഈക്വൽ ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ആർ സൈൻ തീറ്റ. ദാറ്റ് മീൻസ് എക്സ് ആൻഡ് വൈ ഡിപ്പെൻഡ് ഓൺ ആർ ആൻഡ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ജക്കോബിയൻ ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു ആർ കോമ തീറ്റ. എൻ്റെ മാത്രം എക്സ്പ്രഷൻ എങ്ങനെയാ, ഇങ്ങനല്ലേ, ഡോ ഓഫ് എക്സ് കോമ വൈ ബൈ ഡോ ഓഫ് ആർ കോമ തീറ്റ. ഇത് കണ്ടുപിടിക്കാനാണ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എന്താണ് ജക്കോബിയൻ, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ബേസിക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ജക്കോബിയൻ ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു ആർ കോമ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിനന്റ്. ഫസ്റ്റ് വേരിയബിൾ എടുക്കുക, രണ്ടിൻ്റെയും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡോ ആർ, സെയിം ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അതായത് എക്സിനെ ഫസ്റ്റ് വേരിയബിൾ ഇവിടെ എക്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് തീറ്റ, അതാണ് ഫസ്റ്റ് റോ. ഇനി അടുത്ത ഫംഗ്ഷൻ വൈ, ഡോ വൈ ബൈ ഡോ ആർ, ഡോ വൈ ബൈ ഡോ തീറ്റ. ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. രണ്ട് ഫംഗ്ഷൻ ജക്കോബിയൻ എന്ന് പറയുമ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ രണ്ട് ഫംഗ്ഷനെ താഴെ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസ് ആണല്ലോ, ആ രണ്ട് വേരിയബിൾസിനെയും കൊണ്ട് അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അത് അതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി, ഉത്തരവായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഓരോന്നും വേണം. ഡോ എക്സ് ബൈ ഡോ ആർ എന്താണ്, ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്താണ്, ഡോ വൈ ബൈ ഡോ ആർ എന്താണെന്നൊക്കെ വേണം അല്ലേ. അപ്പം നമ്മൾ അത് ഓരോന്ന് കണ്ടുപിടിച്ച് ഈ ഡിറ്റർമിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഉത്തരവായി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ വാല്യൂസും കണ്ടുപിടിക്കാം. ഇവിടെ ഈ സൈഡിലായിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്താ, ഡോ എക്സ് ബൈ ഡോ ആർ കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഡോ ബൈ ഡോ ആർ ഓഫ് എക്സ് എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ആർ കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിൻ്റെ ബേസിക് ക്ലാസ്സിൽ ഇരുന്നവർക്ക് മനസ്സിലാവും. വിത്ത് റെസ്പെക്ട് ടു ആർ ആ ചെയ്തേ, അപ്പോൾ ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ. അപ്പോൾ കോസ് തീറ്റ നമ്മൾ പുറത്തെടുത്തു. ഡോ ആർ ബൈ ഡോ ആർ എന്താണ് 1. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടി, കോസ് തീറ്റ ആണോ, ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി അടുത്ത എന്തുവാ, ഡോ എക്സ് ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കാം. ഡോ എക്സ് ബൈ ഡോ തീറ്റ, അതായത് ഡോ ബൈ ഡോ തീറ്റ ഓഫ് എക്സ് എന്താണ്, ആർ കോസ് തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ ആർ ആണ് ഇവിടെ കോൺസ്റ്റന്റ്, അത് പുറത്തെടുത്തു. ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്തുവാ, മൈനസ് സൈൻ തീറ്റ ഇക്വൽ ടു മൈനസ് ആർ സൈൻ തീറ്റ. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ ആറും ഡോ എക്സ് ബൈ ഡോ തീറ്റയും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഡോ വൈ ബൈ ഡോ ആർ കണ്ടുപിടിക്കുന്നു. ഡോ വൈ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ ആർ ഓഫ് വൈ എന്താണ്, ആർ സൈൻ തീറ്റ അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ചെയ്യുന്നത്, സൈൻ തീറ്റ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. സൈൻ തീറ്റ പുറത്തെടുത്തു. ഡോ ആർ ബൈ ഡോ ആർ 1, അതും കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ, ഡോ വൈ ബൈ ഡോ തീറ്റ. ഡോ വൈ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ തീറ്റ ഓഫ് വൈ എന്താണ്, ആർ സൈൻ തീറ്റ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആയതുകൊണ്ട് ആർ കോൺസ്റ്റന്റ്, അത് പുറത്തെടുത്തു. ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നമ്മൾ ഡിറ്റർമിനന്റിലെ ഓരോ ടേംസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇതിനകത്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ജക്കോബിയൻ ഓഫ് എക്സ് കോമ വൈ ബൈ വിത്ത് റെസ്പെക്ട് ടു ആർ കോമ തീറ്റ എന്ന ഡിറ്റർമിനന്റ് ആണ്. ഇൻ പ്ലേസ് അതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഡോ എക്സ് ബൈ ഡോ ആർ എന്താണ്, കോസ് തീറ്റ. ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്താണ്, മൈനസ് ആർ സൈൻ തീറ്റ. ഡോ വൈ ബൈ ഡോ ആർ എന്താണ്, സൈൻ തീറ്റ. ഡോ വൈ ബൈ ഡോ തീറ്റ എന്താണ്, ആർ കോസ് തീറ്റ.
ഇനി ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്ന എങ്ങനെയാ? ഡിറ്റർമിനന്റ് ഈ ഒരു സിമ്പിൾ ഓർത്താൽ മതി, ആരോ മൈനസ് പ്രോഡക്റ്റ്. അതായത് ഈ രണ്ട് പോയിന്റ്സിന്റെ പ്രോഡക്റ്റ് മൈനസ് ഈ രണ്ട് പോയിന്റിന്റെ പ്രോഡക്റ്റ്. ഈ ഒരു സിമ്പിൾ മനസ്സിലോർത്തിരുന്ന് വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ ചെയ്ത് കാണിക്കാം. കോസ് തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ, അതായത് ആർ കോസ് സ്ക്വയർ തീറ്റ. പിന്നെന്താണ്? മൈനസ് ആണ്, മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് ആർ സൈൻ തീറ്റ. അപ്പോൾ എന്താ? ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അത് കൂടാതെ മൈനസ് ആർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, മൈനസും മൈനസും പ്ലസ് ആയി, ആറ് കോമൺ എടുത്തു. എന്ത് വന്നു? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. നമുക്ക് ട്രിഗ്നോമെട്രി പഠിച്ചാൽ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? ആർ എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ജക്കോബിയൻ ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു ആർ കോമ തീറ്റ ഈസ് ആർ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.